അപ്പൊ എന്തുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇവിടെ കൊച്ചി തന്നെ ഉണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായി, കുറച്ച് മാസങ്ങളായിട്ട് കൊച്ചി ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളും വിഷുവും കാര്യങ്ങളൊക്കെ? പെരുന്നാൾ നല്ല അടിപൊളിയായിരുന്നു, വിഷു അടിപൊളി തന്നെയായിരുന്നു. രണ്ടും വിഷുവിന് പിന്നെ കുറച്ച് ബിസി ആയിരുന്നു, പക്ഷെ എന്നാലും ആ വിഷുവിന്റെ വിഷു കഴിഞ്ഞിട്ട് വിഷു രാത്രി എത്തിയല്ലേ, വിഷുവിന് രാത്രി നമ്മൾ വീട്ടിലെത്തിയ അപ്പൊ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമ്മളൊരു വിഷുക്കണിയൊക്കെ ഒരുക്കി വീട്ടിൽ സദ്യ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങനെ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം നാട്ടില് ആദ്യമായിട്ടാണ് പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും കൂടുതൽ ഞങ്ങള്. അതെ, എനിക്കൊന്നും നാട്ടിലധികം ഉണ്ടാവാറില്ല, അതെ. നമ്മള് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലൊരു പെരുന്നാളും ഓണമൊക്കെ വിഷു കൂടുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പെരുന്നാളിന് പടക്കം പൊട്ടിക്കുന്നു. അവിടെ ദുബായിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ പോവാ. പ്രോബബ്ലി ഞങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീട്ടിലാണ് വരിക പെരുന്നാളാകുമ്പോൾ. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് നേരെ കരാമയിലേക്ക് പോകും. അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം കറങ്ങും, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും എമിറേറ്റ്സിൽ പോകുക, അങ്ങനെയൊക്കെയാണ്. ഇവിടെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഒരു ഉച്ചയാകുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പെരുന്നാൾ കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ആർക്കെങ്കിലും പുറത്തുണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാം, അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. അവിടെ അങ്ങനെ അവിടെ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാൾ തന്നെയാണ്. അവിടെ ഫുള്ള് ആഘോഷമായിരിക്കും. അങ്ങനെ പ്രവാസികളാണല്ലോ, അഫ്കോഴ്സ് ആഘോഷങ്ങൾക്കൊരു മാറ്റം കൂടും. അതെ, വിഷു ആണെങ്കിലും അവിടെ ഭയങ്കര ആഘോഷമാണ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വിഷുക്കണി വെക്കലും തലേദിവസം ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇവിടെ പിന്നെ അധികം ഞങ്ങൾക്ക് രണ്ടുപേരും ഇപ്പോൾ ഫ്ലാറ്റ് ലൈഫ്, അവിടെയും ഫ്ലാറ്റ് ലൈഫാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ദുബായിലാണല്ലോ. നാട്ടിൽ അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയി. പക്ഷെ ദുബായിലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന ഫ്രണ്ട്സ് ഇല്ലേ, ദുബായിലാകുമ്പോൾ ആദ്യമുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. വിഷുവിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങനെ അടിച്ചു പൊളിച്ച് പോയി. ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ വിഷുവിന് എന്തായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? വിഷുവിന് എന്താ വെച്ചാൽ സാമ്പാർ പൊളിയായിരുന്നു, പായസം, മാമ്പഴ പായസം ഉണ്ടാക്കി. എനിക്ക് പൊതുവേ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങനെ സ്റ്റക്കാവും. ഓക്കെ എന്നാ അങ്ങനെ. പക്ഷെ എനിക്കൊരു സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ഇഷ്ടമാണ്. എനിക്കങ്ങനെ സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. സദ്യ ആണെങ്കിൽ പെട്ടപ്പെടപ്പെടേച്ച് ഞാൻ കാളൻ, തോരൻ, അവിയൽ, പുരുശ്ശേരി എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കും. എനിക്ക് വെജിറ്റേറിയൻ ഫുഡിനോടാണ് കൂടുതൽ ഇഷ്ടം. ദുബായിലായിരുന്നു, അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കൊച്ചിയിലേക്ക് സെറ്റിൽ ആയത്? ഞാൻ കൊച്ചിയിലേക്ക് സെറ്റിൽ ആയത് പറഞ്ഞത് എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മെയിൻ അതാണ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ അവസരങ്ങൾ നാട്ടിലാണ് കൂടുതലെന്ന് തോന്നുന്നത് എനിക്ക്. കാരണം ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദുബായിലാകുമ്പോൾ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയ്ക്ക് അങ്ങ് അവിടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നോർമൽ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അങ്ങ് വിസിബിൾ അല്ല അവിടെ. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ചാനൽസ് കുറേ ഉണ്ട്, കുറച്ചുകൂടി സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ഒക്കെ ഇവിടെ വൈൽഡായിട്ട് പോകുന്നുണ്ട്. ദുബായിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ ടിക്ടോക്ക്, ഇൻസ്റ്റയിലൊക്കെ നമ്മൾ തന്നെ അങ്ങനെയല്ലേ. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ചാനലിൽ നമുക്ക് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇനാഗുറേഷനൊക്കെ ആണെങ്കിലും ഇവിടെയാണ് കൂടുതൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.